ഹലോ യൂട്യൂബ്, നമ്മളിന്ന് ട്രിവാൻഡ്രം ലുലു മാളിലോട്ട് പിന്നെ വന്നിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്നത് ജാപ്പനീസ് ഫുഡ് കഴിക്കാനുള്ള പ്ലാനുമായിട്ടാണ്. ഇവിടെ ഫ്ലെമിംഗോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ആംബിയൻസും വൈബും ഫുള്ള് ജാപ്പനീസ് വൈബ് തന്നെയാണ് വരുന്നത്. എന്ത് അമ്മയ്ക്ക് വേറെ വേണം, സൂപ്പൊന്നും വേണ്ട, അപ്പൊ അത് മാത്രം മതിയോ? വേണമെങ്കിൽ സൂപ്പ് പിന്നെ വേണമെങ്കിൽ പിന്നെ മേടിക്കാം. ഇത് പറയട്ടോ, എല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ടല്ലോ. അവസാനം മറന്നു അവരെ വെയിറ്റ് ചെയ്യണം. ഇതും ഇതല്ലേ ഗ്യോസ അല്ലേ? കുടിക്കാൻ തോന്നുന്നു. ബീഫ് ബിസ്ക്കറ്റ്, gyoza, chicken. These gyoza will serve you with dumplings. You won't get any other chicken. It's just fried with some dumplings. If you want to go for chicken, you can go for chili chicken ramen. Chili chicken. Dynamite. മറ്റേ ചിക്കൻ വരില്ല, ഡംപ്ലിംഗ് ആണ് വരുന്നത്. ഡംപ്ലിംഗ് ആണ്. അതാണ് ഞാൻ പറഞ്ഞില്ല. അല്ല, അത് മറ്റേ അല്ല, നീ പറഞ്ഞ ഗ്യോസയുടെ അത് മറ്റേ മറ്റേ ചില്ലി ചിക്കൻ ഫാമിലി. സൂഷി ഹാഫ് പോണോ ഫുള്ള് പോണോ? 4 മറ്റേ ഹാഫിൽ 8 ഫുള്ളിൽ 8 വരും, മറ്റേ 4. ഇതിലവര് ഇതിൽ നോക്കിയായിരുന്നു ചില സൂഷി അവര് വേവിക്കും. ഡൈനമൈറ്റ് മറ്റേ ഹോട്ടാ, മനസ്സിലായോ? എനിക്ക് തിന്നൂടല്ലോ, കുഴപ്പമില്ല. അങ്ങനെ വിചാരിക്കുന്നു കൊള്ളാന്ന് രീതിയിൽ. അല്ല, ചിലത് അവര് നിന്നെയാണ് എടുക്കാണ്ട് ഉദ്ദേശിച്ചത്. അമ്മേനെ ആരൊക്കെ സംസാരിക്കുന്നതിന്റെ കൈ അങ്ങോട്ട് പോണേ. സംഭവം എന്ന് വെച്ചാൽ ചിലതില് അവര് ലൈറ്റായിട്ട് വേവിക്കും, മറ്റേ തീ ഇട്ട് ഇങ്ങനെയാണ് ചെയ്യും. അത് വലിയ കുഴപ്പമില്ല. ഈ സാധനം പച്ച കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്. പരഭോജികൾക്ക് അങ്ങനെ പലതും തോന്നും. അതിനവരെടുത്തൊരു കവർ വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അമ്മ ഇതെല്ലാം പറഞ്ഞിട്ട് ഇവനായിരിക്കും കഴിക്കാത്ത. നൈസ് ടേസ്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, കൊള്ളാമെങ്കിൽ നിങ്ങൾ കഴിക്കും. ഓക്കെ ഓക്കെ ആണ്. ഗണപതി കൊടുത്തിട്ടാണല്ലേ നമുക്കിത് ഫസ്റ്റ് നമ്മള് ട്രൈ ചെയ്യാമോ? എന്നിട്ട് വേറെ എനിക്ക് അമ്മ ഇവിടെ നേരത്തെ പറഞ്ഞ കേട്ടാ, ഇവിടെ നേരത്തെ ചോപ്സ്റ്റിക്കില് കഴിക്കണമെന്ന് പറഞ്ഞു. എന്റെ ഇതാണ്, ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ആഗ്രഹം. വീട്ടില് കഞ്ഞി വല്ലയും നമ്മള് വെക്കുകയാണെങ്കിൽ അതെങ്കിലും ഇത് മറ്റേ മീശോന്നെല്ലാം മേടിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. പറ്റുമെങ്കിൽ തിന്നില്ലെങ്കിൽ സ്പൂണ് സൈഡിൽ ഇരിക്കുക, ചുമ്മാ ടേസ്റ്റ് ഇങ്ങനെയല്ലേ പിടിച്ചാണ്. ഞാൻ പിടിക്കണം. അപ്പൊ അതിനു മുമ്പ് റെഡി ആയിരിക്കണം, ഫുഡ് പോലും വന്നില്ല. പക്ഷെ ഇതിങ്ങനെ അടുക്കുന്നില്ലല്ലോ, അതെന്ത്? ഇത് വേറെ വരല്, ഈ ലെങ്തിലാണോ? അല്ല, ഈ ഫിംഗർ അല്ലേ നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഈ ഫിംഗർ ഒരെണ്ണം വെക്കണം. ആണ് ഈ ഫിംഗറിൽ ഒരെണ്ണം വെക്കണം.
അങ്ങനെയല്ലേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ യൂട്യൂബിൽ ഇവിടെ ഇരുന്ന് എങ്ങനെ ചോദിക്കണം? അവരടുത്ത് ക്ലാസ് എടുക്കാൻ പറ. മനസ്സിലായോ? അത് ബാക്കിൽ വെച്ചാൽ വെടിയിലെന്താ സപ്പോർട്ട് ഏത് ബാറ്റിലോ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇവിടെ വരും. ഈ രണ്ട് പേരിലും വെച്ച് ഇത് സപ്പോർട്ട് ചെയ്യാം. മനസ്സിലായോ? നോക്ക് ഇങ്ങനെ ആ അങ്ങനെ അല്ല, ആ നടുക്കത്തുള്ള ആ പേരിൽ വെച്ച് മാറ്റണം. ഇങ്ങനെ ആ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം. ആ ഇത് മാത്രം ആ നനക്കണം. അത് മാത്രം. യെസ് യെസ് യെസ്. അമ്മ പഠിക്കാം അങ്ങോട്ട്. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക. അമ്മ മിക്കവാറും നൂഡിൽസ് വരുമ്പോ ഫോർക്ക് എടുത്തിട്ട് അങ്ങനെയാണ് അങ്ങനെ അമ്മ രാജിവെച്ചിരിക്കുകയാണ്. അവനൊന്ന് ആദ്യം പറഞ്ഞു വേണം. അത് കിട്ടിയെന്ന് അത് കിട്ടില്ല. പോകാം. നമ്മൾ കുടിക്കുന്ന ഒരു സാധനം ഓർഡർ ചെയ്തതിന്റെ പേരെന്തോ പറഞ്ഞു, അത് മറന്നുപോയി. എന്താണോ ഒന്ന് സംഭവം 1 ലിറ്റർ മേടിച്ചു കഴിഞ്ഞാൽ 4 പേർക്ക് കുടിക്കാം. റേറ്റ് 300 ഉള്ളൂ. പക്ഷെ അറിയത്തില്ല. അത് അവരുടെ അതിന് കേൾക്കാൻ പോലും പറ്റില്ല. ഇത് സ്പൈസിയാണ്. ഏറ്റവും കൊള്ളാം ഇത് ഓറഞ്ചും മറ്റേ ഇതുമാണുള്ളത്, പാഷൻ ഫ്രൂട്ട് ഇല്ലേ. ഞാൻ പറഞ്ഞ കണ്ടില്ല മോര് ഇല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഉള്ളത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പാഷൻ ഫ്രൂട്ടിന്റെ കുറച്ച് ഇതായിട്ട് മുളക് അതാണ് ഞാൻ പറഞ്ഞ സാധനം. റിഫ്രഷിംഗ് അല്ലേ, കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിന് പേരെന്തോന്നു? പേര് മറന്നു. പേരൊക്കെ എന്തിനാ? സംഭവം ഞാൻ മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹെൽത്തി ആയിട്ട് ഇങ്ങനെ ഈ സാധനമുണ്ട്. ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും കൊള്ളാം, സാധനം കൊള്ളാം. ഇതിന്റെ 1 ലിറ്റർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 പേർക്ക് നന്നായിട്ട് ആവശ്യമുള്ള വേണമെങ്കിൽ ഇനി മേടിക്കാന്ന് പറഞ്ഞു. ഞാൻ 2 പറയാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ചോദിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ടില്ല. നീ ആദ്യം പറഞ്ഞില്ലേ ഏത്? ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഓ ഇത് മറ്റേ അതെല്ലാം പറഞ്ഞു ഓർത്ത ഡീറ്റെയിൽ ആണ്. അതല്ലേ ഞാൻ പറഞ്ഞു ഇത് അതാ നല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സംഭവം ഒരു കസ്റ്റമർ സർവീസ് ഒക്കെയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഈ സാധനം, ഈ റാമൻ സാധനം കഴിക്കണമെന്ന് വർഷങ്ങളായിട്ട് വിചാരിക്കുന്നു. എത്ര വർഷമായി നമ്മുടെ ഇതിന് മുട്ട കിട്ടില്ലേ. ഫസ്റ്റ് ടൈം റാമൻ ട്രൈ ചെയ്യുമ്പോൾ ഇവിടെ ആരും ഫുൾ വെള്ളം ഇതിനകത്ത്. അങ്ങനെയാണ് വെള്ളം ബാക്കി. ബീഫ് ബ്രിസ്ക്കറ്റ്, ഇത് ചില്ലി ചിക്കൻ. അല്ല ഇതാണ് ചില്ലി ചിക്കൻ. അല്ല അത് ബ്രിസ്ക്കറ്റ് ആണെന്ന് പറഞ്ഞു. അല്ലേ അതിൽ മുട്ട ഇല്ല, ഇതിൽ മുട്ടയുണ്ട്. അതല്ലേ ബ്രിസ്ക്കറ്റ്? അല്ല കഴിക്കാൻ നോക്കില്ല തോന്നുന്നു തോന്നില്ല. വേറെ സാധനം വരും. ഇതാണ് ബ്രിസ്ക്കറ്റ്. ചിക്കൻ്റെ ഒരു ഇതില്ല. പക്ഷെ ഷെയർ ചെയ്തിട്ടുണ്ട്.
സൂഷി ട്രൈ ചെയ്യണമെന്നാണ്. മമ്മിയിലേക്ക് അറിയില്ല. നിൽക്കുന്നില്ലല്ലോ ഈ സാധനം. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. അവനെ നോക്കിയോ അതിനൊന്നും ഇങ്ങനെ ദ്രോഹിക്കല്ലേ. കൈ വെച്ചെടുക്കാന്നാണ് പ്ലാൻ. അതാണ് അവ കറക്റ്റായിട്ട് നോക്കി കറക്റ്റായിട്ട് അറിയാം. ഇല്ലോ പച്ച ഇറച്ചി തോന്നുന്നു. പച്ചയൊന്നും അല്ലേ. അങ്ങനെ അമ്മ കഴിയുന്നു. അമ്മയ്ക്ക് എല്ലാത്തിനും ഒരേ എക്സ്പ്രഷൻ, വെറും പുച്ഛം മാത്രം. കഴിക്കൂ നമ്മൾ. കൊള്ളൂലേ? ഒട്ടും കൊള്ളൂലേ? മീന് ഇത് മീനല്ല. ഇതല്ല, മീനല്ല. ഇതല്ല അടിയിലെ ഇതിനകത്തൊരു മീൻ. അതിനകത്തൊരു സാധനം. ഇത് ക്രാബാണ്. ഇതൊക്കെ ഉണ്ട്. ഞാൻ ഇത് ആദ്യം ട്രൈ ചെയ്യുന്നു. ചുമ്മാ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ പറയാൻ കഴിക്കണോ വേണ്ട കഴിക്കണ്ടെന്ന് അമ്മ നേട്ടതേ പറഞ്ഞു. നേരിട്ട് എത്ര കഴിച്ചു? അതിനകത്തെ പച്ച മീനിന് മീനിന്റെ മുളകടി അങ്ങനെ അധികം അങ്ങനെ അറിയാം. നമ്മള് പച്ചക്ക് തിന്ന് ആ ചെയ്യുന്നു. ഇത് നന്നായിട്ട് ഡിപ്പ് ചെയ്താലേ കൊള്ളാവോ അല്ല അതായിട്ട് ടിപ്പ് ചെയ്ത് വരുമോ? അങ്ങനെ വിചാരിക്കണ്ട. അത് പച്ചയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്രാബിന്റെ ആ സാധനം ഇവിടെ പോയി ആ ബൗള് നന്നായിട്ട് ഡിപ്പ് ഓ പക്ഷെ കുട്ടിക്ക് ശരിക്കണ്ട. ആ മതി മതി, അത്ര മതി. അതാവും ഫോണില്ലേ ഫുൾ ചവച്ച് തിന്നാ പെട്ടെന്ന്. അങ്ങനെ വലിയ ഇതൊന്നും ക്രാബിന്റെ ഒരു തന്നെ വരുന്നുള്ളൂ. അങ്ങനെ വിചാരിക്കണ്ട. ആണോ? കൊള്ളാമല്ലോ. ഇപ്പണോ? വേണ്ട, ചവച്ച് എന്തോ ടേസ്റ്റ് വരുന്നു നിനക്ക്? സംഭവം പറഞ്ഞു നമ്മൾ പറഞ്ഞു പറഞ്ഞു മീൻ്റെ ഉണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് അങ്ങനെ ഫീലൊന്നും ചെയ്തില്ല. ഇത് കുടിക്കും. ശരി മാതാവേ, അമ്മക്കറിയ ഓറാ വരുന്നു. ആ ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ആണോ? അതിൻ്റെ അതൊരു ചെവയുണ്ട്, ഒരു ചെറിയൊരു ചെവയുണ്ട്. സത്യം ഞാൻ മൈൻഡ് വിട്ടിട്ടാണ് കഴിച്ചത്. എനിക്കാണെങ്കിൽ അതിന്റെ ആ സ്മെല്ല് ഇങ്ങനെ വരുന്നു പുറത്ത്. കൊള്ളാം. ഞാൻ പ്രതീക്ഷയൊക്കെ മീൻ നമ്മൾ തുപ്പണ്ട്, അത്രയും കൊള്ളത്തില്ലായിരുന്നു. ഒരു പച്ച മീനൊക്കെ ആ ഒരു ഇപ്പം പറ്റാത്തോണ്ടാണ് ഞാൻ നീ അങ്ങനെ ഒന്നുമില്ല, കുഴപ്പമില്ല. ഒരു ചെറിയ ഇതുണ്ട്. നമ്മൾ ഇത്രയും കഴിച്ചതിൽ നമുക്ക് വന്ന ബില്ല് ഇതാണ്. 1940 രൂപ ആയിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ഇത് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നുന്നുണ്ട്, എന്നാലും പക്ഷെ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരുടെ അഭിപ്രായം വേറെ ആയിരുന്നു. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരുന്നല്ലോ. പിന്നെ എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ വന്ന് കഴിക്കണം, നൈസ് ജാപ്പനീസ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇത് ഈ ജാപ്പനീസ് ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു ഫുഡാണ്. പിന്നെ അവിടുത്തെ ആംബിയൻസും പക്കയായിരുന്നു. പിന്നെ ആ ഒരു വൈബ് എല്ലാം സെറ്റായിരുന്നു. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് നിങ്ങൾ കണ്ടല്ലോ, അത്രയ്ക്ക് പൊളിയായിരുന്നു അവിടുത്തെ കസ്റ്റമർ സർവീസൊക്കെ. അപ്പം എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.